ഇസ്രയേലും അമേരിക്കയും ഒരു വശത്ത്, അവർക്കെതിരെ പൊരുതാൻ ഇറാന് കരുത്തായി മറുവശത്ത് സാക്ഷാൽ ചൈനയും റഷ്യയും. പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിക്കുന്നില്ല, പകരം അതും കൂടുതൽ മാരകമാവുകയാണ്. ഇസ്രയേൽ അമേരിക്കൻ സംയുക്ത ആക്രമണങ്ങളെ നേരിടാൻ ഇറാന് ഇപ്പോൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ചൈനീസ് ആയുധങ്ങളാണ്. നേരിട്ട് വൻതോതിൽ ആയുധങ്ങളല്ല, മറിച്ച് മാരക ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും ചെറു ഘടകങ്ങളുമാണ് ഇറാൻ ഇറക്കുമതി ചെയ്യുന്നത്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ വരെ തകർക്കാൻ ശേഷിയുള്ള CM-302 എന്ന സൂപ്പർസോണിക് കപ്പൽ വേദ മിസൈൽ, ശത്രുക്കളുടെ 100ഓളം ലക്ഷ്യങ്ങൾ ഒരേ സമയം നിരീക്ഷിക്കാനും തകർക്കാനും കഴിയുന്ന HQ-9B ദീർഘദൂര പ്രതിരോധ സംവിധാനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ലോകത്തിലെ ഏറ്റവും മികച്ച പോർ വിമാനങ്ങളായ F-35B2 എന്നിവയെ പോലും കണ്ടെത്താൻ ശേഷിയുള്ള ചൈനയുടെ YLC-8B 3D റഡാറുകളും ഇപ്പോൾ ഇറാന്റെ പ്രതിരോധത്തിന് കരുത്തേകുന്നുണ്ട്. 12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷമാണ് തങ്ങളുടെ വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി നവീകരിക്കേണ്ടതുണ്ടെന്ന് ഇറാന് ബോധ്യപ്പെട്ടത്. ആണവ നിലയങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും US ആക്രമണത്തിൽ നിന്ന് പഴുതടച്ച സുരക്ഷയൊരുക്കാൻ ചൈനീസ് സാങ്കേതിക വിദ്യയാണ് ഏറ്റവും മികച്ചതെന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു. ഇതിന്റെ ഭാഗമായാണ് 2026 ഫെബ്രുവരിയോടുകൂടി പൂർത്തിയാകുന്ന രീതിയിൽ ചൈനയുമായി ഇറാൻ പുതിയ ആയുധ കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇറാനുമായി നേരിട്ട് ആയുധ ഇടപാടുകൾ നടത്തുന്നില്ല എന്നാണ് ചൈന പരസ്യമായി അവകാശപ്പെടുന്നത്. എന്നാൽ ഇറാൻ ഉദ്യോഗസ്ഥർ അടുത്തിടെ ചൈന സന്ദർശിച്ചതും രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകളും ഈ ചൈനീസ് വാദങ്ങളെ പൊളിക്കുന്നതാണ്. റഷ്യയുടെയും ചൈനയുടെയും സൈനിക പിന്തുണ ഇറാന് ലഭിക്കുന്നുണ്ട് എന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. ചുരുക്കത്തിൽ, ചൈനീസ് ആയുധങ്ങളുടെ പിൻബലത്തിൽ ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി പല മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇതൊരു ചെറിയ വെല്ലുവിളിയല്ല. ഇറാന്റെ ഈ വമ്പൻ സൈനിക മുന്നൊരുക്കങ്ങൾ നൽകുന്ന സൂചന ഒന്ന് മാത്രമാണ്: വരും നാളുകളിൽ പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ കടുക്കും. ന്യൂസ് ഡെസ്ക്.